ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ കുറച്ച് പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ഇന്നാണ്. ഇന്നാണ് കുറച്ച് പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൺഫർമേഷൻ ഒന്ന് കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ പരീക്ഷ എഴുതാനും പറ്റത്തുള്ളൂ. കൺഫർമേഷൻ കൊടുത്താലേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം അതനുസരിച്ച് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. നമുക്ക് പ്രധാനപ്പെട്ട എക്സാമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കൺഫർമേഷൻ കൊടുക്കാനുള്ളത് ഒന്ന് നമ്മുടെ LDC ആണ്. നമ്മുടെ LDC ആണ്, ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ കുറച്ച് ജില്ലകളിലുള്ള, അതായത് കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ അപേക്ഷിച്ചവർക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട, കണ്ണൂർ, കൊല്ലം എന്നീ ജില്ലകളിൽ അപേക്ഷ LDCക്കാർക്ക്, ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചവർക്ക് ഇന്നാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് തീയതി. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ LD ടൈപ്പിസ്റ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്നീ തസ്തികകൾക്ക് അപേക്ഷകർക്കുള്ള കൺഫർമേഷൻ നൽകാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. അതായത് നമ്മുടെ ജൂൺ എത്രാം തീയതി? ജൂൺ 11. ജൂൺ 11 ഇന്നാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. ഒന്നുകൂടി പറഞ്ഞുതരാം. സ്റ്റേറ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, LD ടൈപ്പിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്, പിന്നെ നമ്മുടെ LDC ഇതാണ് കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകൾക്കുള്ള. അപ്പോൾ ഇനി കൊടുക്കാനുള്ള കുറച്ച് ആലപ്പുഴ അടങ്ങുന്ന കുറച്ച് ജില്ലകളുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പം ഇത്രയും എക്സാമുകൾക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ കൊടുത്ത് ഉറപ്പ് വരുത്തുക. അതേപോലെ എല്ലാവരും ഒന്ന് പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.